പകുതി വില തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതി അനന്തുകൃഷ്ണനും സംഘവും ലക്ഷ്യമിട്ടത് വലിയ തട്ടിപ്പാണ്. അടുത്ത ഘട്ടത്തിൽ ഓട്ടോറിക്ഷയും കാറും നൽകാനായിരുന്നു പദ്ധതി. ഈ വഴിക്ക് പോയിരുന്നെങ്കിൽ വന്ദേ ഭാരത് അടക്കം അടിച്ചു മാറ്റിയത്. പകുതി വിലയ്ക്ക് തന്നെ ഓട്ടോറിക്ഷയും കാറും നൽകാമെന്നായിരുന്നു വാഗ്ദാനം. അനന്തകൃഷ്ണന്റെ സഹായികൾ അക്കാര്യം പറഞ്ഞിരുന്നുവെന്ന് പോത്തൻകോട് പഞ്ചായത്ത് പ്രസിഡന്റ് റിപ്പോർട്ടറിനോട് വെളിപ്പെടുത്തി. പോത്തൻകോട് എസ്ഐയും പാതിവില തട്ടിപ്പിന്റെ ഗുണഭോക്താവായെന്നും TR അനിൽകുമാർ പറഞ്ഞു. നമുക്കൊന്ന് കേട്ടുവരാം. ആദ്യകാലങ്ങളിൽ എല്ലാവർക്കും തന്നെ അപേക്ഷ മുഴുവൻ ആൾക്കാർക്കും തന്നെ ഇത്തരം സാധനങ്ങൾ എല്ലാം കൊടുത്തു. ലാപ്ടോപ്പ് കൊടുത്തു, തയ്യൽ മെഷീൻ കൊടുത്തു, കോഴിക്കോട് കൊടുത്തു. ഇനി അവർ പറഞ്ഞത് കാറുണ്ട്, ഓട്ടോ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ എനിക്കതിൽ എന്തോ ഒരു പന്തികേട് തോന്നി. അത് എപ്പോഴത്തേക്ക് വരുമെന്നാണ് പറഞ്ഞത്? ഇത് കഴിഞ്ഞ് നമുക്ക് തുടങ്ങാം എന്ന് പറഞ്ഞു. ആദ്യം കൊടുത്തു തീർന്നതിന് ശേഷം മാത്രം മതി മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത് ഞാൻ അറിയിച്ചു. പ്രമുഖരായ കുറേ ആളുകൾക്ക് ലാപ്ടോപ്പൊക്കെ കൊടുത്തു തോന്നുന്നു. അതെ, അന്ന് ഇവിടെ ഉണ്ടായിരുന്ന സ്ഥലം SI കൂടിയായ SIക്ക് ലാപ്ടോപ്പ് കൊടുത്തു. ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയ വേണുഗോപാലൻ നായർക്ക് ലാപ്ടോപ്പ് വാങ്ങിയിട്ടുണ്ട്. ഇവിടെ പല അക്ഷയ സെൻ്ററും അവരൊക്കെ ഇത്തരത്തിലുള്ള ലാപ്ടോപ്പ് വാങ്ങിയിട്ടുണ്ട്. റഹീസ് റഷീദ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. റഹീസ്, ഗുഡ് മോർണിംഗ്. റഹീസ്, ഇപ്പൊ പിടിച്ചത് നന്നായി. അതല്ലെങ്കിൽ എയ്റോപ്ലെയിൻ വരെ വാങ്ങിച്ചു കൊടുത്തേനല്ലേ അനന്തകൃഷ്ണൻ? സ്വാഭാവികമായിട്ടും സാധാരണ ആദ്യം ജൈവവളത്തിൽ തുടങ്ങി, പിന്നീട് തയ്യൽ മെഷീൻ കൊടുത്തു, സ്കൂൾ കുട്ടികൾക്ക് പഠനോപകരണം കൊടുത്തു, ഗൃഹോപകരണങ്ങൾ വിതരണം ചെയ്തു, പതുക്കെ വാഷിംഗ് മെഷീൻ, അത് കഴിഞ്ഞ് ഫ്രിഡ്ജ്, ഏറ്റവും അവസാനം സ്കൂട്ടർ. നമ്മളൊക്കെ ഇതുവരെ വിചാരിച്ചിരുന്നത് സ്കൂട്ടറായിരിക്കും അനന്തകൃഷ്ണൻ്റെയും ആനന്ദകുമാറിൻ്റെയൊക്കെ ഒരു ടാർജറ്റ്, അതോടുകൂടി ഇവർ അവസാനിപ്പിച്ച് പോകുമെന്നായിരുന്നു. പക്ഷെ അങ്ങനെ അല്ല. ഇവിടുത്തെ പോത്തൻകോട് പഞ്ചായത്ത് പ്രസിഡന്റ് അനിൽകുമാർ പറയുന്നതനുസരിച്ചാണെങ്കിൽ അടുത്തത് ഓട്ടോറിക്ഷ, അത് കഴിഞ്ഞ് കാറ്, അത്രേ അവരോട് പറഞ്ഞിട്ടുള്ളൂ. ഈ പറഞ്ഞ പോലെ നേരത്തെ വിമാനവും ഹെലികോപ്റ്ററും വന്ദേ ഭാരതും ഒക്കെ അതുവരെ മനസ്സിൽ ഒരു പക്ഷേ കണ്ടിട്ടുണ്ടാവണം. ഇതിനകത്ത് പോത്തൻകോട് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു എന്ന് പറയുമ്പോൾ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ഇതിലെന്ത് കാര്യം നോക്കണ്ട. കാരണം പോത്തൻകോട് പഞ്ചായത്ത് പോത്തൻകോട് പഞ്ചായത്ത് വഴി കുറേ ആളുകൾക്ക് കുറേ ഗുണഭോക്താക്കളെ ആ പഞ്ചായത്ത് തന്നെ കണ്ടെത്തിയിരുന്നു. അതായത് മറ്റൊരു പഞ്ചായത്തിൽ ഈ പദ്ധതി നടക്കുന്നത് അറിഞ്ഞ് അങ്ങോട്ട് പോയി ഇവരിവിടുന്ന് പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും ഒക്കെ ഒരു വണ്ടി പിടിച്ച് ആ പഞ്ചായത്തിൽ പോയി അവിടുത്തെ പദ്ധതിയെക്കുറിച്ച് പഠിച്ചു. ഇത് കൊള്ളാം, അടിപൊളിയാണ്, നാട്ടുകാർക്കൊക്കെ പകുതി വിലയ്ക്ക് സാധനം കിട്ടുന്നു എന്ന് പറഞ്ഞ് ഇവരെ പോയി വിളിച്ചോണ്ട് വന്ന് പണി മേടിച്ച ഒരു പഞ്ചായത്താണ് പോത്തൻകോട് പഞ്ചായത്ത്. ഇതിനകത്ത് മറ്റൊരു കാര്യം, പോത്തൻകോട് SI ആയിരുന്ന രാജീവ് കുമാർ, ഇപ്പോൾ എനിക്ക് തോന്നുന്നു കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിലാണ് അദ്ദേഹം ഉള്ളതെന്നാണ്. അദ്ദേഹം പകുതി വില കൊടുത്തു ഒരു ലാപ്ടോപ്പ് വാങ്ങി. പോത്തൻകോട്ടെ ഭാഗത്തെ ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പർ വേണുഗോപാലൻ നായർ ലാപ്ടോപ്പ് വാങ്ങിയിട്ടുണ്ട്. പോത്തൻകോട് ഒരു പഞ്ചായത്ത് മെമ്പർ പൈസ കൊടുത്തു, സ്കൂട്ടർ കിട്ടി. പക്ഷേ മറ്റൊരു പഞ്ചായത്ത് മെമ്പർ പൈസ കൊടുത്തു, സ്കൂട്ടർ കിട്ടിയില്ല. സ്കൂട്ടർ കിട്ടിയ മെമ്പർക്ക് ആ പൈസയും കൊണ്ടിപ്പം ആ സ്കൂട്ടറും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം അവർക്ക് സ്കൂട്ടർ കിട്ടിയതറിഞ്ഞ് ആ വാർഡിലെ കുറേ ആളുകൾ പൈസ കൊടുത്തു, അവരുടെ സ്കൂട്ടർ വന്നിട്ടുമില്ല. എന്തായാലും പിടിച്ചതിനേക്കാൾ വലുതാണ് മാളത്തിലുള്ളതെന്നൊക്കെ സാധാരണ നമ്മൾ പറയില്ലേ, അതാണ് ആനന്ദകുമാറിൻ്റെ ഒക്കെ കാര്യത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി മറ്റാരോടെങ്കിലും ഇതിനേക്കാൾ വലിയ കാർ കഴിഞ്ഞ് മറ്റ് ബസ് ലോറിയിലേക്കൊക്കെ കടന്നിട്ടുണ്ടോ എന്ന് അടുത്ത ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇതായിരുന്നു അവരുടെ ലാസ്റ്റ് ടാർഗറ്റ് എന്ന് കരുതാൻ. യഥാർത്ഥത്തിൽ ഈ അനന്തകൃഷ്ണന്മാരും അനന്തകുമാർമാരും ഒക്കെ നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ തന്നെ ഉണ്ടായിരുന്നു അല്ലേ? പണ്ട് ഉത്സവ പറമ്പുകളിൽ 5 വെച്ചാൽ 10, 10 വെച്ചാൽ 20, 20 വെച്ചാൽ 40 എന്നിങ്ങനെ കളിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നല്ലോ. ആ കളിയാണ് യഥാർത്ഥത്തിൽ അനന്തകൃഷ്ണനും അനന്തകുമാറും ചേർന്ന് നടത്തിയത്. അത് കുറച്ചുകൂടി പരിഷ്കരിച്ച് അതിന് പേരൊക്കെ ഇട്ടു, ഗുണഭോക്തൃ സഹായ പദ്ധതി എന്നൊക്കെ പേരൊക്കെ ഇട്ട് ഇതേപോലെയുള്ള MLA-മാരെയൊക്കെ മുന്നിൽ കൊണ്ടു നിർത്തി ഉദ്ഘാടനമൊക്കെ ചെയ്യിപ്പിച്ചു കൊടുത്തു എന്നുള്ളതേ ഉള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവരുടെ യഥാർത്ഥത്തിലുള്ള സ്പിരിറ്റ് അതാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. റഹീസ് പറഞ്ഞതുപോലെ ഈ തട്ടിപ്പ് ഇവിടെ നിർത്തിയില്ലായിരുന്നെങ്കിൽ ഇനി ബസ്സൊക്കെ വാഗ്ദാനം ചെയ്ത് എത്ര ലക്ഷങ്ങൾ തട്ടുമായിരുന്നു എന്ന് നമുക്കറിയില്ല. പക്ഷേ അതിനു മുൻപ് തൽക്കാലം അവിടെ നിർത്തിയപ്പോൾ തന്നെ 1000 കോടിയുടെ കണക്കാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. 33,000-ലധികം പരാതിക്കാർ ഇതിനകം തന്നെയുണ്ട് എന്നുള്ളതാണ്. താങ്ക് യു റഹീസ് റഷീദാണ് ചേർന്നത്. ഇതിൽ പോലീസുകാർ പോലും പെട്ടുപോയി, എന്തിന് ചില മാധ്യമ പ്രവർത്തകരുമൊക്കെ ഇതിൽ പെട്ടിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെയാണ് ഈ തട്ടിപ്പിൻ്റെ വല ഈ അനന്തകൃഷ്ണനും അനന്തകുമാറും ചേർന്ന് വിരിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് റിപ്പോർട്ടർ TV എടുത്ത നിലപാടിനോട് പല ആളുകളും പോസിറ്റീവായി തന്നെ റെസ്പോണ്ട് ചെയ്യുമ്പോഴും ചില വിമർശനങ്ങളൊക്കെ ഇന്നലെ കേട്ടിരുന്നു. ശ്രീ മാത്യു കുഴൽനാടൻ MLA പ്രസ് മീറ്റിൽ ആരോപണം ഉന്നയിച്ചതുമൊക്കെ കണ്ടു. രാഷ്ട്രീയക്കാരായതുകൊണ്ട് ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിനൊരു തെറ്റുമില്ല, തീർച്ചയായിട്ടും അവർക്ക് ആരോപണങ്ങൾ ഉന്നയിക്കാം. പക്ഷേ അതിന് മറുപടി നമ്മൾ പറയുക വസ്തുതകളുടെ അടിസ്ഥാനത്തിലായിരിക്കും എന്ന് മാത്രം. ഞങ്ങൾ വിശ്വസിക്കുന്നത് അനന്തകൃഷ്ണനെ അല്ല,
പകരം ഞങ്ങൾ വിശ്വസിക്കുന്നത് ഞങ്ങളുടെ റിപ്പോർട്ടർ അലി അക്ബർ ഷായാണ്. അലി അക്ബർ ഷായുടെ സോഴ്സിൽ വിശ്വാസമുള്ളിടത്തോളം കാലം ആ വാർത്തയിൽ തന്നെ നിൽക്കും. ആ വാർത്ത തിരുത്തേണ്ടി വരുന്നൊരു ഘട്ടത്തിൽ ഒരു മറയും കൂടാതെ തീർച്ചയായിട്ടും പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ മുന്നിൽ നമ്മളത് അവതരിപ്പിക്കുകയും ചെയ്യും. ഒരു താല്പര്യവും റിപ്പോർട്ടർ ടി വിയെ മുന്നോട്ട് നയിക്കുന്നില്ല, വാർത്താ താല്പര്യമല്ലാതെ എന്നുള്ളത് ഒരിക്കൽ കൂടി പ്രേക്ഷകരോട് നമ്മൾ പറയട്ടെ.